ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോളൂ. തെറ്റായിട്ടൊന്നും ധരിക്കില്ലല്ലോ? ഏയ് എനിക്ക് എന്ത് തെറ്റ് തോന്നാനാ മോനെ, ഒരിക്കലും ഇല്ല. പ്രീതയ്ക്ക് വേണ്ടി പൃഥ്വിയുടെ കാര്യം ആന്റിയുടെ അടുത്ത് ആരാ റെക്കമെൻഡ് ചെയ്തേ? മിസ്സിസ് വാര്യർ അല്ലേ? അവര് ആ ചെമ്പൂരുള്ള മിസ്സസ് വാര്യർ അവരാണ് പൃഥ്വിയെ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നത്. അത് അവർക്ക് നല്ല കൾച്ചറുള്ള ഒരു പെൺകുട്ടിയെ ആവശ്യമുണ്ടായിരുന്നു. അവൻ വളരെ റിച്ച് ഫാമിലിയുള്ള ആളാണ്. അവനെയും അവന്റെ മാതാപിതാക്കളെയൊക്കെ കണ്ടപ്പോ വളരെ നല്ലവരാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ ആ ബന്ധം ഉറപ്പിച്ചു. സത്യം പറഞ്ഞ പൃഥ്വിയും മോനെ പോലെ തന്നെയാ. ആന്റിക്ക് രോഹിത്തിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ എന്നെ പോലെ മറ്റൊരാളെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ തന്നെ പോരായിരുന്നോ? മോനെന്താ കിരണിനെ പോലെ തമാശ പറയാണോ? മോനിതെന്തു പറ്റി? ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. അമ്മയ്ക്ക് ഗുളിക കൊടുത്തിട്ട് വരാം. അതുപോലെ ഗുളികയ്ക്ക് മുന്നേ അമ്മയ്ക്ക് ആഹാരം കൊടുക്കണം. എല്ലാവരും എന്നെ വളരെ സെൻസിബിളും റെസ്പോൺസിബിളുമായ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയുമ്പോൾ, ഞാൻ എൻ്റെ മനസ്സിലെ കാര്യം പറയുമ്പോൾ എന്തിനാണ് എല്ലാവരും ഞാൻ തമാശ പറയാണെന്ന് വിചാരിക്കുന്നത്? എനിക്കെൻ്റെ പ്രണയം സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമെന്നാണോ? ഞാൻ ആലോചിച്ചതുപോലെ തന്നെ പ്രീതയോട് നിനക്ക് ഒരു സുഹൃത്ത് എന്നതിനേക്കാൾ കൂടുതലായി നിനക്കവളെ ഇഷ്ടമാണ്. ഇങ്ങനെ ആരെങ്കിലും നമ്മളെ കണ്ട പ്രോബ്ലം ആവും. എന്നെ വിട്. നിനക്കെന്താ ഭ്രാന്തായോ? നീ എന്തായി ചെയ്യുന്നേ? എവിടെയായിരുന്നു നീ? എത്ര നേരമായിട്ട് ഞാൻ നോക്കുവാണ് നിന്നെ. ഞാൻ മനഃപൂർവ്വം നിന്റെ അടുത്ത് മാറി നിന്നത്. എന്റെ അമ്മ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ഒരു കണ്ണ് എപ്പോഴും എന്റെ മേലുണ്ട്. ഞാൻ എവിടെ പോകുന്നു, ഞാൻ ആരോട് സംസാരിക്കുന്നു, അതെല്ലാം അവര് ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് നന്നായിട്ട് അറിയാലോ ആ സംഭവത്തിന് ശേഷം അമ്മയ്ക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ലെന്ന്. എനിക്കറിയാം, എനിക്കതൊക്കെ വളരെ നന്നായിട്ട് അറിയാം. നിന്റെ അമ്മ കുറച്ചു മുമ്പ് എന്നെ അത് ഓർപ്പിച്ചതേ ഉള്ളൂ. എനിക്ക് ചില സമയത്തൊക്കെ ഒരു തോന്നലുണ്ടാകുന്നു. നിന്റെ അമ്മ എനിക്ക് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്ന്. ഓ ഗോഡ്, പൃഥ്വിക്ക് ആരെങ്കിലും തടസ്സമായി നിൽക്കുന്നു തോന്നിയാ അതിന്റെ അർത്ഥം പൃഥ്വി അവരെ വഴിയിൽ നിന്ന് മാറ്റുമെന്നാ. അവൻ അവരെ കൊല്ലാൻ പോലും മടിക്കില്ല. ബേബി കാം ഡൗൺ. കുറഞ്ഞ പക്ഷെ നീ ഇതെങ്കിലും ആലോചിക്കേ. അതെന്റെ അമ്മയാ. നീ ഒന്നും ചെയ്യരുത്. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഇത്രയ്ക്ക് ദേഷ്യത്തിൽ എന്തിനാ നോക്കുന്നേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നോ? നിനക്കെന്താ ബോധം പോയോ? അതോ നീ ഇന്നസെന്റ് ആയിട്ട് അഭിനയിക്കുവാണോ? നിനക്കറിയില്ല അല്ലേ ഞാൻ എന്താ ഇപ്പൊ എങ്ങനെയെന്ന്? ആരാണ് എന്നോട് ഇത് പറയേണ്ടത്? നിന്റെ കല്യാണ തീയതി പോസ്റ്റ്പോൺ ചെയ്ത കാര്യം ആരാണ് എന്നോട് പറയേണ്ടത്? നിനക്ക് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണമെന്നുള്ള കാര്യം പോലും തോന്നിയില്ല അല്ലേ? അത് ബേബി, അത് ഇന്ന് രാവിലെയാണ് തീരുമാനിച്ചെങ്കിൽ എന്താ നീ ഇതുവരെ ഉറങ്ങുമായിരുന്നോ? അതോ നീ ഇന്നത്തെ സ്റ്റുപ്പിഡ് പാർട്ടിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമായിരുന്നോ? ഇന്ന് മുഴുവൻ നീ മേക്കപ്പ് ഇടുന്ന തിരക്കിലായിരുന്നാണ്. ഒരു 2 മിനിറ്റ് എടുത്ത് നിനക്ക് എന്നെ കോൾ ചെയ്യാൻ പോലും പറ്റില്ല അല്ലേ? എക്സ്ക്യൂസ് മീ, ഞാൻ ശ്രമിക്കെങ്കിലും ചെയ്തില്ല. എന്റെ ശ്രമത്തിന്റെ കാര്യമൊന്നും പറയണ്ട. നീ നന്നായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചേരുമായിരുന്നില്ല. അന്ന് റൈറ്റ് സൈഡിൽ അടിക്കേണ്ട പോലെ നീ ലെഫ്റ്റ് സൈഡിൽ അടിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് വട്ട് പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരില്ലായിരുന്നു. അവരെപ്പോഴേ പാരലൈസ് ആവുമായിരുന്നു. ശ്രമിച്ചിരുന്നു എന്ന് യൂസ്ലെസ് ശ്രമങ്ങൾ. അങ്ങനെയാണോ? ആ ഡോക്ടർ ജാനകിയുടെ കണ്ടീഷനെ കുറിച്ച് നിന്നോടല്ലേ പറഞ്ഞത്? നീ എന്താ പ്രതീക്ഷിച്ചത്? ജാനകിയുടെ മർഡർ നടത്തുന്നതിന് മുന്നേ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ ഏത് സൈഡിൽ അടിക്കേണ്ടത്, ഏത് സൈഡിൽ അടിച്ച് മരിച്ചു പോകും, പാരലൈസ് ആകും എന്ന് ചോദിക്കാൻ പറ്റുമോ? എനിക്ക് നേരത്തെ അറിയാവുന്ന എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നീ എന്താ എന്നെ കുറ്റപ്പെടുത്താൻ നോക്കുന്നോ? എന്തൊക്കെയാണോ നടക്കുന്നത് അതെല്ലാം നീ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണോ നീ പറഞ്ഞു വരുന്നത്? അതായത് ഞാനൊന്നും ചെയ്തവിടെ കൈയും കെട്ടി നോക്കിയിരിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? അല്ലല്ല, നീ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ടോ 0.
ആ ബോധം പോയ കിളവിയെ കൊല്ലാനായിട്ട് നിനക്ക് എത്ര അവസരം അല്ല അടുത്തെത്തിയതുമാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ആ പ്രീതയുടെയും സൃഷ്ടിയുടെയും സർലയുടെയും കയ്യിൽ നിന്ന് അടിയും വാങ്ങി. അത് കൈ ചൂണ്ടുന്നതിന് മുമ്പ് നീ എന്ത് അച്ചീവ് ചെയ്തെന്നൊന്ന് പറയും. നീ നിന്റെ ജോലി നന്നായിട്ട് ചെയ്തു തീർക്കില്ല, പക്ഷെ എന്നെ കുറ്റപ്പെടുത്താം. പിന്നെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ആ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന്? ജാനകിയുടെ ഓർമ്മ ഏത് നിമിഷം വേണമെങ്കിലും തിരിച്ചു വരും. അവർക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ നമ്മുടെ അവസ്ഥ എന്താവും അറിയാമോ? അതെനിക്കറിയാം, വളരെ നന്നായിട്ടറിയാം. അതൊരിക്കലും നടക്കാൻ സമ്മതിക്കില്ലെന്നും എനിക്ക് വളരെ നന്നായിട്ടറിയാം. വേറൊരു കാര്യം കൂടി നീ ഇപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. ഇന്ന് രാത്രി തന്നെ ഞാൻ ആ ജാനകിയെ കൊന്നിരിക്കും. ഡു യു ഗെറ്റ് ദാറ്റ്? ഇന്നെന്ന് വെച്ചാൽ ഇന്ന് തന്നെ. മോനെ, നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്നും എത്ര കാലമായിട്ടാണ് ഇത് നടക്കുന്നതെന്നും ഒന്ന് പറയാമോ? നീ സരളയോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. നീ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചതെന്നും എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ സരളത് അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. നിനക്കിതേപ്പറ്റി എന്നോട് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ എന്താ പറയേണ്ടത്? ഐ ജസ്റ്റ് ഡോണ്ട് നോ. കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ല, വളരെ നേരത്തെ പറയേണ്ടതായിരുന്നു അച്ഛാ. എനിക്ക് പ്രീതയെ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ ഇഷ്ടത്തെപ്പറ്റി പറയുമ്പോൾ തന്നെ ഞാൻ എന്താ പറയേണ്ടത്? ആ പറയുന്നതൊന്നും തന്നെ ഒന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിരിക്കില്ല. Dad, I mean, just look at her. She is just so perfect. ചില മനുഷ്യരിങ്ങനെ ആയിരിക്കുമല്ലേ? പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അവളെ കണ്ടുമുട്ടിയതിൽ ഞാൻ എന്ത് ഭാഗ്യവാനാണെന്ന്. അവക്ക് സ്നേഹിക്കാൻ അറിയാം, അവക്ക് കെയർ ചെയ്യാൻ അറിയാം, അവക്ക് എല്ലാവരും ഒരുപോലെ കൊണ്ടുപോകാനും അറിയാം. ദാറ്റ് ഈസ് ഹൗ ദ ഗേൾ ഷുഡ് ബി ഡാഡ്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അച്ഛാ, എന്റെ ജീവിതം വളരെ ഇൻകംപ്ലീറ്റഡ് ആണെന്ന്. എനിക്കറിയില്ല അച്ഛാ, എന്താണ് ഈ ഫീലിംഗിന്റെ കാരണമൊന്നും. രോഹിത്, എനിക്ക് നന്നായിട്ടറിയാം നിനക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന്. പക്ഷേ എനിക്കത് നിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. നീ അവളെ സ്നേഹിക്കുന്നുണ്ടത്. അച്ഛാ, ഞാൻ ആക്ച്വലി അത്... എക്സ്ക്യൂസ് മീ, രോഹിത് മോനെ, നീ ഷെർലിനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ല ആൻറ്റി, ഞാൻ കണ്ടില്ല. മോനെ, നീ ഒരു 2 മിനിറ്റ് എന്റെ കൂടെ ഒന്ന് വരാമോ? എന്താ എന്റെ കാര്യം? ആക്ച്വലി എന്റെ കുറച്ച് ബന്ധുക്കൾക്ക് മോനെ ഒന്ന് പരിചയപ്പെടണമെന്ന്. അത് പിന്നെ ഈ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലെ ബന്ധുക്കളെല്ലാം വളരെയധികം എക്സൈറ്റഡ് ആണ്. എല്ലാവരും എന്റെ പിറകെ നടക്കുക. മരുമകനെ ഒന്ന് കാണാൻ പറ്റുമോ? കല്യാണം എന്ന് നടക്കും? പെട്ടെന്ന് കല്യാണം നടത്താവോ? മഹേഷ് സാർ, എന്റെ ഈ ഭാവി മരുമകനെ ഒരു 2 മിനിറ്റ് എന്റെ കൂടെ വിടാമോ? ഞാൻ വന്നു ആൻറ്റി. വാ രോഹിത്, ഇപ്പൊ വരാവേ. താങ്ക് യു. മതി, ഈ സസ്പെൻസ് ഒരുപാടായി. ജാനകി തിരിച്ചു വരികയും ചെയ്തു, അവൾക്ക് ബോധവും തിരിച്ചു കിട്ടി. പക്ഷെ അവളുടെ ശരിക്കുള്ള മെമ്മറി തിരിച്ചു വന്നില്ലെങ്കിലോ? ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യമാണ്. ഇല്ലില്ല, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് ജാനകി ഈ പാർട്ടിയിൽ വെച്ച് ഇന്ന് തന്നെ കൊല്ലണം. അവളുടെ മരണം മറ്റുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു അപകട മരണമായി ചിത്രീകരിക്കാൻ എനിക്ക് കഴിയണം. പക്ഷെ അവളിപ്പോൾ എവിടെയാണ്? ഓ ദൈവമേ, ഇവര് രണ്ടുപേരും ജാനകി ഒറ്റയ്ക്ക് വിടില്ല. പിന്നെ ഞാൻ ഇവളെ എങ്ങനെ കൊല്ലും? എന്തു പറ്റി നിങ്ങൾക്ക്? എന്താ നിങ്ങൾ ആലോചിക്കുന്നേ? പ്രീത, ഞാൻ ജാനകി ആന്റിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആന്റി അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആന്റിക്ക് എത്ര ടെൻഷൻ ഉണ്ടാകും അവർക്കൊന്നും ഓർമ്മയില്ലെന്ന് വരുമ്പോ. അവരുടെ ഉള്ളിൽ എത്ര ചോദ്യങ്ങൾ ഉയരുന്നുണ്ടാകും. അവർക്ക് നേരെ ഉണ്ടായ അപകടം, അത് എങ്ങനെ പറ്റി, എപ്പോ സംഭവിച്ചു, എന്തുകൊണ്ട് പറ്റി, അറിയില്ല. എത്ര ചോദ്യങ്ങൾ മനസ്സിൽ ഉയരുന്നുണ്ടാവുമെന്ന്. ആന്റി ഇത്തരം അവസ്ഥയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് പ്രീത, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏതെങ്കിലും ഒരു ദിവസത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മയില്ലാതായാൽ നിനക്ക് എത്ര പ്രയാസം ഉണ്ടാവും. പിന്നെ ആ ദിവസത്തെ തിരികെ കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യും, അല്ലേ? റൈറ്റ്? ഐ നോ, പുറത്തുള്ളവർക്ക്
ജാനകി എന്റെ വെറും ഒരു ജോലിക്കാരിയാണ്, പക്ഷെ നമുക്ക് അവരൊരു കുടുംബാംഗമാണ്. റൈറ്റ്? പ്രീത, നീ ടെൻഷൻ ആവണ്ട. ഞാനില്ലേ, ഞാൻ ജാനകി ആന്റിക്കായി എന്റെ ഒരു ഡോക്ടർ ഫ്രണ്ടിനോട് സംസാരിച്ചിട്ടുണ്ട്. ആ ഡോക്ടർ സുഹൃത്ത് വളരെ മിടുക്കനാണ്. അതെ, പക്ഷെ ആ ഡോക്ടർ ഇപ്പോൾ ലണ്ടനിലാണ്. പക്ഷെ നീ ടെൻഷൻ അടിക്കണ്ട. അവൻ എപ്പോ ലാൻഡ് ചെയ്താലും ഏറ്റവും ആദ്യം ഞാൻ ജാനകി ആന്റിയും കൂട്ടി ചെക്കപ്പിന് പോകും. ആൻഡ് ഐ എം ഡാം ഷുവർ ജാനകി ആന്റി പെട്ടെന്ന് തന്നെ സുഖമാകും. ഞാനുണ്ടല്ലോ ഒപ്പം. ഒട്ടും ടെൻഷൻ ആവണ്ട. താങ്ക് യു സോ മച്ച് പൃഥ്വിയേട്ടാ. നിങ്ങൾ എല്ലാവരെയും എന്തുമാത്രം കെയർ ചെയ്യുന്നേ. വീണ്ടും ദേ താങ്ക്സ്. ഇത് വീട്ടുകാര്യമാ പ്രീത, അങ്ങനെയല്ലേ? എക്സ്ക്യൂസ് മീ, ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക് ഫില്ലപ്പ് ചെയ്തിട്ട് വരാം. ഓ ഷുവർ. ഈ ഡംബു ആറ് നോക്കിയാ ചിരിക്കുന്നേ? നോക്കട്ടെ. ഈ പൃഥ്വിയുടെ മുഖത്ത് എന്താടി? നിന്റെ കണ്ണങ്ങോട്ടി പോകാൻ വേണ്ടിട്ട്? ആ, ഓ മൈ ഗോഡ്. എക്സ്ക്യൂസ് മീ, നീ എങ്ങോട്ടടി പോകുന്നേ? പിന്നെ നോക്ക്, ഈ പൃഥ്വി നിനക്ക് ചേരുകയില്ല. വൃത്തികെട്ടവനെ, നിനക്ക് പറ്റിയ ആളെ അല്ല. എന്താ നീ പറഞ്ഞു വരുന്നേ? എനിക്ക് എന്ത് ചേരില്ലാന്ന്? പിന്നെ അത് അവിടെ ഇരിക്കട്ടെ. അന്ന് നീ പൃഥ്വിയോട് എന്താ പറഞ്ഞത്? എന്റെ മുന്നിൽ വെച്ച് പ്രീതയെ പോലെ നല്ല പെൺകുട്ടി വേറെ ഒരിടത്തും ഇല്ലെന്ന്. ഇപ്പതാ ഇങ്ങനെ പറയുന്നു. ഫ്രോഡ് നമ്പറായിട്ട് വന്നോളൂ. അത് പിന്നെ ഞാൻ പറഞ്ഞത് ആ ബന്ധം ഉറപ്പിക്കാനാ. പിന്നെ ഞാൻ കാരണം നിന്റെ പ്രശ്നമെല്ലാം ഒഴിഞ്ഞു പോട്ടെന്നും കരുതി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ദാറ്റ്സ് ഇറ്റ്. അത് ശരി. അപ്പൊ ഞാൻ നിനക്ക് അത്ര മാത്രമേ ഉള്ളൂ? ഒരു പ്രശ്നക്കാരി, ഒരു ഒഴിയാകാതെ. ഒരുപാട് അങ്ങ് ഇമോഷണൽ ആവില്ലേ മോളെ? നീ എന്നെ പറ്റി ചിന്തിക്കുന്ന എന്താടി പ്രീത? ഞാൻ സെലക്ഷൻ കിട്ടാൻ വേണ്ടി ആരുടെയൊക്കെ കാല് പിടിച്ച് അങ്ങ് കയറിയെന്നെങ്കിൽ കാര്യമായി പോയി. നീ പോയി കേസ് കൊടുക്ക. ഞാൻ നിന്നെ പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കൂ. നന്നായി ആ പൃഥ്വി എസ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്റെ പുറകെ കൂടിയനെ. ഇനി അവന്റെ കാര്യം കട്ട പുകയാടി. ഇപ്പൊ തന്നെ എനിക്ക് തലവേദനയാ. ഓരോ കാര്യം പറഞ്ഞ് തല ചൂട് പിടിപ്പിക്കാൻ നീ വൃത്തിയിട്ടോള്. നീ അങ്ങനെയാണോ വിചാരിക്കുന്നത്? പിന്നെ എനിക്കുണ്ടല്ലോ ഈ റിലേഷൻഷിപ്പ്, അഫേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്ക് ഒരു വിശ്വാസം ഇല്ല. എനിക്കിതൊരു ഡയറക്റ്റ് മാരേജ് ആണ്. അയ്യോ, ഡയറക്റ്റ് മാരേജ് പോലും വൃത്തികെട്ടവളെ. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്റെ മോളെ. നീ മുന്തിരി കിട്ടാത്ത കുറുക്കനെ പോലെയാ. നിന്റെ ബോയ് ഫ്രണ്ട് അവൻ ആരാടി വരുന്നേ? ആ കുരങ്ങന്റെ മോതുള്ള പൃഥ്വി അല്ലാതെ ആരാ നിന്നെ കെട്ടാൻ വരുന്നേ? നിക്കുന്ന കണ്ടില്ലേ? നീ ഒന്നും പറയണ്ട ഇനി. പിന്നെ എനിക്കുണ്ടല്ലോ, എനിക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരാളെങ്കിലും ഉണ്ടല്ലോ. നിനക്കാണെങ്കിലോ നീ ഒറ്റയ്ക്കല്ലേ? ആഹാ, നിന്റെ ഈ ദേഷ്യം ആ പൃഥ്വിയോട് പോയി കാണിക്ക. അവൻ ഓടിപ്പോയിക്കോളും. അല്ലെങ്കിൽ തന്നെ നിന്റെ ബോയ് ഫ്രണ്ട് അവൻ ആരാടി കൊതിക്കുന്നേ? ആ പൃഥ്വി. കുറ്റി താടിയുള്ള ആടിന്റെ മുഖമുള്ള അവൻ കാണുമായിരിക്കും. യുവർ ഡിയറസ്റ്റ് പൃഥ്വി. നീ ഇതുപോലെ മിണ്ടാണ്ടിരിക്ക. എന്തൊരു ഭംഗിയാ കാണാൻ. ഓ മൈ ഗോഡ്, ഞാൻ ഇവിടെ നിന്ന് എന്തിനാ എന്റെ സമയം നിനക്ക് വേണ്ടി വേസ്റ്റ് ആക്കുന്നേ? പിന്നെ ഞാൻ മിണ്ടാൻ നിന്ന് ഇതുകൊണ്ടാ. കാരണം നീ വളരെ ബോറിംഗ് ആയിരുന്നു. എനിക്ക് വളരെ ബോറടിച്ചു. എനിക്ക് പക്ഷെ നിന്റെ കൂടെ നിൽക്കുന്ന ഭയങ്കര രസമാ. എടി പ്രീത, നിക്ക പ്രീത. കഷ്ടം തന്നെ, ഇഡിയറ്റ്. You know what? I just loved your hair. It's a nice and long. And you look so beautiful. മനസ്സിലാവുന്നില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ ചന്ദ്രൻ എത്തിച്ച പോലെ തോന്നുന്നു. താങ്ക് യു. ആക്ച്വലി നീയും വളരെ ഹാൻഡ്സമാ. ആക്ടിങ്ങിനൊന്നും ശ്രമിക്കായിരുന്നില്ല നിനക്ക്? ആക്ച്വലി ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്, പക്ഷേ ഞാൻ എല്ലാം റിജക്ട് ചെയ്തു. എനിക്കതിലൊന്നും ഒട്ടും താല്പര്യമില്ല. അയ്യടാ മോനെ, എന്നോട് പറഞ്ഞത് കിരൺ സാറിന്റെ അടുത്ത് പോവാണെന്ന്. എന്നിട്ട് ഇവിടെ നിന്നും കൊണ്ട് പഞ്ചാര അടിക്കുക. ഇപ്പൊ ശരിയാക്കി തരാം. എക്സ്ക്യൂസസ് ഗേൾസ്. വന്നേ. എക്സ്ക്യൂസസ്. I will be back. താങ്ക് യു. എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് വാ. അവിടെ എന്താ പരിപാടി? അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ നിനക്ക് കണ്ണില്ലേ? എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ആ പെൺകുട്ടികൾ എത്ര സ്നേഹത്തോടെ എന്നോട് പഞ്ചാര അടിച്ചത് മുഴുവനും നീ നശിപ്പിച്ചു ഓ കളഞ്ഞു. ഹലോ, എന്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ട്, എന്റെ കാത് നല്ല ഷാർപ്പാ. പിന്നെ അവര് നിന്നോട് ഫ്ലേർട്ട് ചെയ്യാറുന്നില്ല, നീയാണ് അവരോട് ഫ്ലേർട്ട് ചെയ്തോണ്ടിരുന്നെ. ഞാനെല്ലാം കേട്ടതാ. ഓ സച്ച് എ പ്രിറ്റി ലോങ് ഹെയർ, യു ആർ സോ ഗുഡ്, പ്രിറ്റി ഫേസ്, അങ്ങനെ എന്തൊക്കെയാണോ പറഞ്ഞോണ്ട് നിന്നെ. ഓ, അതിനർത്ഥം നീ എന്റെ ചാരപ്പണി ചെയ്യുമായിരുന്നു. ഞാൻ ചാരപ്പണി? എനിക്ക് അത്രയ്ക്ക് സമയമൊന്നുമില്ല നിന്റെ പുറകെ നടന്ന് ചാരപ്പണി ചെയ്യാൻ. പക്ഷെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാനും എനിക്ക് പറ്റില്ലല്ലോ. നിനക്കെന്തെങ്കിലും കരിയുന്ന മണം വരുന്നോ? കരിയുന്നത്? നോക്ക്, അവിടുന്നാ വരുന്നത്. എന്താ കരിയുന്നെന്ന്? നീയാ കത്തുന്നത്. ഞാൻ അതും ജലസ്. എന്തിനാണാവോ ജലസി? ഞാൻ എന്തിനാ ജലസ് ആകുന്ന? നീ അവിടെ അവളുമാരെ ബട്ടറിങ് ചെയ്യുന്നത് കണ്ട് ജലസായി? നോട്ട് അറ്റ് ഓൾ. റിയലി? ഞാൻ കരുതി ഞാൻ മറ്റുള്ള പെൺകുട്ടികളെ പുകഴ്ത്തിയതിനാണ് നീ ജലസായതെന്ന.
നീ എനിക്ക് പകരം ആ പെൺകുട്ടികളോട് ജലസാവുന്ന ഒരു മിനിറ്റ് ഞാൻ എന്തിനാ ആ പെൺപിള്ളേരെ കണ്ട് ജലസാകുന്നേ? നീ വെറുതെ confusion.com ആകല്ലേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ആ പറയ്. കുട്ടികൾ നിന്നേക്കാൾ ഗുഡ് ലുക്കിംഗ് ആണ്, അതുകൊണ്ടാണ് നീ അവരോട് ജലസാവുന്നത്. അവരുടെ മുടി നിന്നേക്കാൾ നല്ലതാ, അവരുടെ മുഖം നിന്നേക്കാൾ ചുവന്നതാ, പിന്നെ അവരുടെ കൈ നിന്നേക്കാൾ വളരെ സോഫ്റ്റ് ആണ്. നിന്റെ കൈ കൊണ്ട കല്ല് പോലുണ്ട്. അങ്ങനെ എന്റെ കൈ കല്ല് പോലെ ആണെങ്കിലേ നിന്റെ കൈയെ കള്ളിമുള്ളു പോലെയാ. നീ പോയി നിന്റെ സോഫ്റ്റ് ഹാൻഡ് സിസ്റ്റേഴ്സിനോട് പോയി പഞ്ചാര അടിക്ക്. പക്ഷെ അവർക്ക് നിന്റെ ഈ കൈ കള്ളിമുള്ളു ചെടി കാണിക്കല്ലേ. കാണിച്ചാൽ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. What? She called me cactus? ഇവിടെ ഉണ്ടല്ലോ ഞാൻ. പ്രീത, നമസ്കാരം. മോളെ, നീ കിരണിനെ എവിടെയെങ്കിലും കണ്ടോ? ആ ആന്റി, അവനവന്റെ റൂമിലേക്ക് പോയി. മോളെ, നീ കിരണിനെ മുറിയിന്നൊന്ന് വിളിക്ക്. എല്ലാരും അവനെ കാത്തിരിക്കുക. എനിക്ക് മറ്റുള്ള ഗസ്റ്റുകളെ എല്ലാം നോക്കണം. അതാ നിന്നോട് പറഞ്ഞത്. Sure, auntie. I will go. സോഫിയ, ഇവൾ എന്തിനാണോ വിളിക്കുന്നത്? ഹലോ. Hey Kiran, congratulations. I'm so happy for you. താങ്ക് യു. You know what? എനിക്ക് ആദ്യമേ അറിയായിരുന്നു that you are the best cricketer. അപ്പോൾ സെലക്ഷൻ ആവേണ്ടതല്ലേ? It's such a big news. My God, you know what? നിനക്ക് കോമ്പറ്റീഷൻ ചെയ്യേണ്ട കാര്യമില്ല. You are simply the best. സത്യമായിട്ടും അതിൽ സംശയമൊന്നുമില്ല സോഫിയ. That I am the best. ഈ കാര്യം ഞാൻ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയും. That Karan is the best. താങ്ക് യു സോഫിയ. നിനക്ക് ഒരുപാട് ബുദ്ധിയുണ്ട്. നല്ല ജഡ്ജ്മെന്റ് നിന്റേത്. നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ മികച്ച കളിക്കാരനാണെന്നല്ലേ. ഇവിടെ ചില ഡംബോസ് ഉണ്ട്, അവര് പറയുന്നത് ഞാൻ ആരുടെയൊക്കെ കാല് പിടിച്ച സെലക്ഷൻ കിട്ടിയെന്ന്. എന്റെ മെറിറ്റ് കൊണ്ട് അല്ലാന്ന്. ഹൗ ഡം. ഓ, ഈ വൃത്തിയോടവൻ എന്റെ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അറിയില്ല ഇവർക്ക് എങ്ങനെ ഡോക്ടർ ആയെന്ന്. ഐ മീൻ ഡോക്ടർ ആവാൻ കുറച്ചൊക്കെ ബുദ്ധി വേണ്ടേ? ബുദ്ധിയില്ല, ഒരു കുന്തോ ഇല്ല. എനിക്ക് തോന്നുന്നത് പ്രിൻസിപ്പൽ അവരുടെ ബന്ധുവായിരിക്കും. അങ്ങനെയായിരിക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഡോക്ടർ ആയെന്ന് പറഞ്ഞു. അല്ല പിന്നെ ഇവൻ എന്നെ പറയാൻ ഇത്രയും ധൈര്യം. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ വേണ്ടത്. ഒരു തരത്തിലും മൈൻഡ് ചെയ്യാൻ പാടില്ല. മൈൻഡ് ചെയ്ത ഭയങ്കര ആറ്റിറ്റ്യൂഡ് അവർക്ക്. ഐ മീൻ കിരൺ നമ്പ്യാരോട് പോലെ ആറ്റിറ്റ്യൂഡ്. യു നോ വാട്ട്, അവളെ കണ്ടു കഴിഞ്ഞ ആ ദിവസം പോക്കാ. അത്രയ്ക്ക് മെന്റലാ അവള്. എന്താ പറയുന്നതെന്ന് കേട്ടേ പറ്റൂ. ഈ ലൂസർ അവന്റെ ഗേൾഫ്രണ്ടിനോട് അതിനെ പറ്റി എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാലോ. You know, just forget all things. നിനക്കറിയോ ഇന്നൊരു വാവ് ഡേ ആണ്. വാവ് ന്യൂസ് കിട്ടിയില്ലേ? എനിക്ക് നിന്നെ കാണണം. ഷുവർ. അപ്പൊ നാളെ കാണാം. നോ ബേബി, നാളെ എന്തിനാ? എനിക്ക് ഇന്ന് കാണണം. ഇന്ന് ഇത്ര വലിയ ദിവസാ, ഇത്ര വലിയ ന്യൂസ് കിട്ടിയില്ലേ? എനിക്ക് നിന്നെ നേരിട്ട് കണ്ട് കെട്ടിപ്പിടിച്ച് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. ഓൺലി ടൈറ്റ് ഹഗ്. വേറൊന്നും ഇല്ല മോളെ. ചീച്ചി, ഈ ചെക്കന്റെ മനസ്സിൽ മൊത്തം വൃത്തിയോട് മാത്രമേ ഉള്ളൂ. ആദ്യം നേരിട്ട് കാണ്. ഓക്കെ, ലെറ്റ്സ് ഡു വൺ തിങ്. നമുക്കൊരു 10:30 കാണാവുന്നേ പോഷേരിയിൽ വെച്ച്. വാട്ട്സ് പോഷ് ഏരിയ എന്തിനാ? ഞാൻ അറിഞ്ഞത് ഇന്ന് അവിടെ പാർട്ടിയാണെന്നാ. യാ ബേബി, പക്ഷെ പാർട്ടിയിൽ വേണ്ട. പാർട്ടി യു നോ സ്റ്റിൽ ബോറിംഗ്. കുറെ അലവലാദികൾ വരുന്നു പാർട്ടിയിൽ. അവിടെ വെച്ച് നിന്നെ കണ്ട ശരിയാവില്ല. പോഷേരി വെച്ച് കാണാം 10:30 ഷാർപ്പ്. ഓക്കെ യു നോ സോഫിയ, ഞാൻ ഒറ്റയ്ക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി നീ മാത്രമാണ്. ഐ മീൻ അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ. കാരണം നീ എനിക്ക് വളരെ സ്പെഷ്യലാ. യു നോ ദാറ്റ് റൈറ്റ്? I'm so excited to meet you. I will see you. Bye bye. ബൈ. ഇവനോട് പറഞ്ഞാലോ രാധിക ആന്റി വിളിക്കുന്നുവെന്ന്, എന്നിട്ട് ഇവിടുന്ന് പോയേക്കാം. I should even, yeah. Hey Manishka. Wow, Karan, ഇന്ന് ഞാൻ ഒത്തിരി ഹാപ്പിയാ. Thank you. Thank you so much, baby. പിന്നെ കിരൺ, എനിക്ക് ഇന്ന് തന്നെ നിന്നെ കാണണം. You know why? നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നീ കളിക്കുന്ന ക്രിക്കറ്റ് മാച്ചിലൊക്കെ ബൗണ്ടറി അടിക്കുമ്പോ ഏറ്റവും കൂടുതൽ കൈയടിക്കുന്ന ഞാനാ. Of course, babe. How can I forget that? പിന്നെ മനുഷ്ക, ഇന്ന് ഞാൻ കാണുന്ന ഒരേ ഒരു പെൺകുട്ടി നീയാടി. വേറെ ആരും കാണുന്നില്ല ഞാൻ.